ഹേ ഗൈസ്, എല്ലാവർക്കും ചില്ലു അതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ ഒരു കോപ്രായ തരങ്ങളൊക്കെ കാണിച്ചു വെച്ച നമ്മുടെ കുട്ടിക്കുറുമ്പിൻ്റെ വികൃതികളൊക്കെ ഒന്ന് മായ്ച്ച് കളയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കുട്ടിക്കുറുമ്പന്മാരും കുട്ടിക്കുറുമ്പത്തികളൊക്കെ ഉണ്ടായിരിക്കും, അവർക്കും ഇതുപോലത്തെ വികൃതികളൊക്കെ കാണുമല്ലേ. അപ്പോൾ അതൊക്കെ മായ്ച്ച് കളയാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ റെൻറ്റഡ് ഹോമിട്ടൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് ബേക്കിംഗ് സോഡയാണ്. നമുക്ക് ഒരു ബൗള്, ഒരു ബേക്കിംഗ് സോഡ, 2 ടൂത്ത് പേസ്റ്റ്, ഒരു ടൂത്ത് പേസ്റ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ ശൂന്യമായ ഒരു ബ്രഷ് ഇല്ലാത്തവർ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കാം. സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെയിൻറ്റ് ഇളകി പോകാതെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഹാൻഡ് വാഷ് ഓർ ലിക്വിഡ് ഏതായിരുന്നാലും കുഴപ്പമില്ല. പാത്രം കഴുകുന്ന ലിക്വിഡ് ആയിരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പൗഡർ എടുത്തതിന് ശേഷം ബേക്കിംഗ് പൗഡർ തട്ടി കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തട്ടി കൊടുക്കാം. നിങ്ങൾ എത്രയാണ് ഉപയോഗിക്കുക എന്ന് വിചാരിക്കണം, അത് അത്രയും തട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള പേസ്റ്റ്, അത് ഏതായിരുന്നാലും കുഴപ്പമില്ല. കോൾഗേറ്റാണ് എനിക്ക് കൂടുതലും യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. അപ്പം പേസ്റ്റ് തട്ടി കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഹാൻഡ് വാഷ് നന്നായിട്ട്, അത് നമുക്ക് മിക്സ് ചെയ്യുന്ന ആ ഒരു കുഴമ്പ് രൂപത്തിൽ എടുക്കാൻ വേണ്ടിയുള്ള ഹാൻഡ് വാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് നമ്മുടെ ചുവരത്തിൽ തേക്കേണ്ട സാധനം. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ചുവരിലൊക്കെ തേച്ച് അളക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ഒരുപാട് വരയും കുറികളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ തന്നെ ക്രയോൺസാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ പേസ്റ്റ് ക്രയോണും പിന്നെ അതിൻ്റെ നോർമൽ ക്രയോണും പിന്നെ പേനയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പോകുന്നതെന്ന് നോക്കാം. ഓയിൽ പേസ്റ്റ് ക്രയോണൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ റബ്ബ് ചെയ്യേണ്ടി വരും, കാരണം കുറച്ച് പ്രഷർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇച്ചിരി പാടാണ് ഇളവാൻ. പിന്നെ നോർമൽ ക്രയോണൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. കൂടുതലായിട്ട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തേക്കുന്നതിന് മുന്നേ തന്നെ ചുവരൊന്ന് വെറ്റാക്കി തേക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ക്വാളിറ്റിയുള്ള പെയിൻറ്റൊക്കെയാണ് ചുവരിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിനേഗർ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വിനേഗർ ചേർക്കുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നൈസായിട്ട് അങ്ങ് പോന്നോളും. അപ്പോൾ ഇത് നിങ്ങളുടെ ചുവരിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റിനനുസരിച്ച് ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറവാണ്, അപ്പോൾ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി, അങ്ങനെ യൂസ് ചെയ്തതാണ് കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് ഇളകിപ്പോകുന്ന കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. ഈ വാൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം കൂടെ നമുക്ക് നേരത്തെ ഉപയോഗിച്ച് ഇളക്കിയതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.